ഈ ചെങ്കോട്ട സ്ഫോടനം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടയിലുള്ള കണ്ടെത്തലുകളാണ് ഇന്ന് നിർണായകമായും പുറത്തു വന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഭീകരർ പദ്ധതിയിട്ടത് എന്നുള്ളതാണ് പ്രധാനം. അതിൽ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി ഇവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആദ്യം വന്നത്. ഒരു സീരിയൽ സ്ഫോടനം ആ രീതിയിൽ തന്നെ നടത്താനായിരുന്നു ഈ ഭീകരരുടെ ഒക്കെ തന്നെയും പദ്ധതി. ഫരീദാബാദിലെ അൽഫലാഹ് മെഡിക്കൽ കോളേജ്, ആ സർവകലാശാല അതുമായി ബന്ധപ്പെട്ടിപ്പോൾ സംശയ നിഴലിൽ നിൽക്കുകയാണ്. ആ മെഡിക്കൽ കോളേജിലെ ബോയ്സ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. NIA സംഘം വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക പങ്കാളിത്തമുള്ള ഭീകരരായ ഡോക്ടർ ഉമറിൻ്റെയും മുസാമിലിൻ്റെയും ഡയറികളിൽ ചില കാര്യങ്ങൾ കോഡ് ഭാഷയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇവ ഡീകോഡ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ് നിർണായകമായ ചില വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ 4 കേന്ദ്രങ്ങളിൽ സീരിയൽ സ്ഫോടനം നടത്തുവാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതാണ്. അതിലൊന്ന് അയോധ്യ രാമക്ഷേത്രത്തിന് സമീപത്തായിരുന്നു. നവംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അന്നേ ദിവസം അയോധ്യയിൽ സ്ഫോടനം നടത്തുവാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. 2019-ൽ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്തുടർന്ന അതേ മാർഗത്തിൽ രാജ്യത്ത് സീരിയൽ സ്ഫോടനം നടത്തുവാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത്. അതായത് വാഹനങ്ങൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അവ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചു കയറ്റുക എന്നതായിരുന്നു ഇവരുടെ പദ്ധതി. ഈ ആസൂത്രണങ്ങളെല്ലാം നടന്നത് ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിലെ 17-ാം നമ്പർ കെട്ടിടത്തിലാണ്. 17-ാം നമ്പർ കെട്ടിടത്തിലാണ് സർവകലാശാലയിലെ ബോയ്സ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ 13-ാം നമ്പർ മുറിയിലിരുന്നു കൊണ്ടാണ് ഡൽഹിയിലും ഉത്തർപ്രദേശിലെയും വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിനുള്ള ആസൂത്രണം തയ്യാറാക്കിയത്. അൽഫലാഹ് സർവകലാശാലയിലെ ലബോറട്ടറി കേന്ദ്രീകരിച്ചും ചില ഗൂഢാലോചന നടന്നതായാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ NIAയും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും ഇപ്പോഴും നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.